മുളകുപൊടി എറിഞ്ഞ് 18 ലക്ഷം രൂപ കവർന്നുവെന്ന പരാതി മണിക്കൂറുകൾക്കുള്ളിൽ പൊളിച്ചടുക്കി പോലീസ്. കോമ്പയാർ സ്വദേശിനിയായ വീട്ടമ്മ തന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 18 ലക്ഷം രൂപ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചു വന്ന 2 യുവാക്കൾ തന്റെ മുഖത്തും വീടിനകത്തും മുളകുപൊടി എറിഞ്ഞ് കവർച്ച ചെയ്തുവെന്ന് ആളുകളോട് പറയുകയും സംഭവം അറിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടമ്മയുടെ വ്യാജ കവർച്ച പരാതിയെന്ന് കണ്ടെത്തി. നാട്ടുകാർക്ക് ചിട്ടിപ്പണം നൽകാൻ സാധിക്കാതെ വന്നതിനാലാണ് സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ കഥ മെനഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. മുളകുപൊടിയെറിഞ്ഞ് 18 ലക്ഷം രൂപ കവർന്നുവെന്ന പരാതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പൊളിച്ചടുക്കി. കോമ്പയർ സ്വദേശിനിയായ വീട്ടമ്മ തന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 18 ലക്ഷം രൂപ പകൽ 2 മണിയോടുകൂടി ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചു വന്ന 2 യുവാക്കൾ തന്റെ മുഖത്തും വീടിനകത്തും മുളകുപൊടിയെറിഞ്ഞ് കവർച്ച ചെയ്തുവെന്ന് ആളുകളോട് പറയുകയും സംഭവം അറിഞ്ഞ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടമ്മ ഓണച്ചിട്ടി നടത്തിയ ഇനത്തിൽ നെടുങ്കണ്ടത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ള 156ഓളം ആളുകൾക്ക് ചിട്ടി തീർന്നതിനാൽ ചിട്ടിപ്പണം നൽകാൻ ഉണ്ടായിരുന്നത് സാധിക്കാതെ വന്നതിനാലാണ് കള്ളന്മാർ പണം കവർച്ച ചെയ്തുകൊണ്ട് പോയി എന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ച് പണം നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ കഥ മെനഞ്ഞതെന്നും പോലീസ് കണ്ടെത്തി. വിവരമറിഞ്ഞ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവൈഎസ്പി വി.എ. നിഷാദ് മോന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജർലിൻ വി. സ്കറിയ, നെടുങ്കണ്ടം എസ്.ഐ. ജയകൃഷ്ണൻ നായർ ടി.എസ്. അടങ്ങിയ പോലീസ് സംഘം വ്യാജ കവർച്ച പരാതി മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണത്തിൽ കണ്ടെത്തി. പോലീസ് സംഭവസ്ഥലത്ത് ഉടനടിയെത്തി നടത്തിയ അന്വേഷണമാണ് നെടുങ്കണ്ടത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള യുവാക്കളടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ട അതിഗൗരവകരമായ സംഭവം മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിച്ചത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.